ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് ഈത്തപ്പഴമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ യു എയിലൊക്കെ സീസൺ ആയതുകൊണ്ട് ഇതുപോലെ ഈത്തപ്പഴങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് ഇന്നലെ കുറച്ചധികം ഈത്തപ്പഴം ഫ്രീ ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഈത്തപ്പഴം പച്ചയായിട്ടിരിക്കുന്നത് മുതൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു കറുത്ത ഉണങ്ങിയ ഈത്തപ്പഴമില്ലേ, അതുവരെ ആകുന്ന ആ ഒരു സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും ഈത്തപ്പഴത്തിന് ഓരോ പേരായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ റുദബ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ്. റുദബിൽ നിന്ന് തമറ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോകുന്ന ആ ഒരു സമയത്തുള്ള ഈത്തപ്പഴമാണ് എൻ്റെ കയ്യിലിപ്പോൾ കിട്ടിയിരിക്കുന്നത്. എനിക്കിതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇതെൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ്, നമ്മുടെ റുദബിൽ നിന്ന് തമറിലോട്ട് എത്തുന്ന ഒരു സ്റ്റേജിലുള്ള ഈത്തപ്പഴമാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഈത്തപ്പഴം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും കഴിക്കുന്നൊരു രീതിയാണ് കേട്ടോ. കൊക്കോ പൗഡറിൽ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു ബ്രൗണിയൊക്കെ കഴിച്ചൊരു ഫീലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കൊക്കോ പൗഡറും പിന്നെ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് അതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഒരു ബൗളെടുക്കും. അതിനകത്ത് വളരെ കുറച്ച് ആയിട്ട് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കും. വളരെ കുറച്ച് മതി കൊക്കോ പൗഡർ ഇങ്ങനെ ഇടും. ഇട്ടിട്ട് നമ്മുടെ ഒരു ഈത്തപ്പഴം എടുക്കുക. ഇപ്പോഴത്തെ ഈ റുദബ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ സ്കിന്നൊക്കെ നല്ലപോലെ ഇങ്ങനെ പീൽ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു തരത്തിലാണ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പീൽ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സീഡൊക്കെ പുറത്തെടുത്ത് കളഞ്ഞ്, എന്നിട്ട് ഇനി ഈ ഈത്തപ്പഴത്തിനെ നമ്മുടെ ഈ കൊക്കോ പൗഡറിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കും. എന്നിട്ട് ഇതങ്ങ് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രൗണിയൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു രീതി കഴിക്കുമ്പോൾ. അടിപൊളി ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കഴിച്ചാൽ പിന്നെ ഈത്തപ്പഴം ഇങ്ങനെ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാനും ആദ്യമൊക്കെ റോ ആയിട്ടാണ് ഈത്തപ്പഴം കഴിച്ചത്. പക്ഷേ എന്ന് മുതൽ ഇങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ ഇതിൻ്റെ ഒരു ഫാനാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ ഇതുവരെയും ഈ രീതിയിൽ ട്രൈ ചെയ്ത് ഈത്തപ്പഴം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക. എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇനിയും അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.